ദിവ്യദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. നാളെ ചെയ്യാം എന്ന് കാര്യങ്ങളെ മാറ്റിവെക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് എഴുന്നേൽക്കാം, ഇന്ന് വേണ്ട നാളെ വിളിക്കാം, പിന്നീട് ചെയ്യാം, നാളെ മുതൽ ഞാൻ എന്തായാലും ചെയ്യും, ഇങ്ങനെ കാര്യങ്ങളെ മാറ്റിവെച്ച് പോകുന്നവരെ നമ്മൾ കാണാറുണ്ട്. ഈ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടി വന്ന് അത് മോശമായി മാറാറുമുണ്ട്. ഇത്തരത്തിൽ മാറ്റിവെക്കുന്ന സ്വഭാവം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റിവെക്കുന്ന സ്വഭാവത്തെ മാറ്റാൻ, പോസ്റ്റ്പോണ്ടിങ് ക്യാരക്ടറിനെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ബ്രഹ്മകുമാരീസ് കോഴിക്കോട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ ഒരുപാട് ചർച്ചകൾ ഇവിടെ കഴിഞ്ഞു ഈ പ്രോഗ്രാമിൽ, ദിവ്യദർശനം എന്ന ഈ പ്രോഗ്രാമിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മനോഹരമായ ടോപ്പിക്കാണ്. എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയുണ്ടാക്കുന്ന കാര്യവുമാണ്. മാറ്റിവെക്കുക. ഏതൊരു കാര്യവും നമ്മൾ മാറ്റിവെക്കുന്ന സ്വഭാവം ഇന്ന് അനേകർക്കും ഉള്ളൊരു സ്വഭാവമാണ്. കാര്യങ്ങളുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ മാറ്റിവെക്കാറൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്ന സ്വഭാവമുള്ളവർ കൂടുതൽ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിധിവരെ നമുക്ക് ജീവിതത്തിൽ നഷ്ടം തന്നെയാണ് ആ സ്വഭാവം കൊണ്ട് ഉണ്ടാവുന്നതും. അപ്പോൾ പലരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഈ സ്വഭാവം മാറ്റണമെന്ന്. അപ്പോൾ ആ ഒരു സ്വഭാവം മാറ്റാൻ എന്ത് ടിപ്സാണ് സിസ്റ്റർ എടുത്തുള്ളത്? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ മാറ്റിവെക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഘടകം എന്തെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ഒരു ചെറിയ നേട്ടം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമിൻ എന്നതായിരിക്കുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഡോപ്പാമിൻ എന്നാണ് പേര്. DOPAMINE, ഡോപ്പാമിൻ എന്നാണ് എൻ്റെ പേര്. ആ കെമിക്കലാണ് നമുക്ക് തത്സമയം ഇപ്പം നമ്മൾ ബെഡിൽ സുഖമായിട്ട് കിടക്കുകയാണെങ്കിൽ ആ കിടപ്പിൽ നിന്ന് എണിക്കാനൊരു അത്രയും സ്വസ്ഥമായി കിടക്കുകയാണെങ്കിൽ എണിക്കാൻ പറഞ്ഞാൽ അയ്യോ ഇപ്പം ഞാൻ എണിക്കണോ എന്ന് ചോദിക്കും ആളുകൾ. അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമെന്ന് വിചാരിക്കും. ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്നിൽ നിന്ന് വേറൊന്ന് ഇങ്ങനെ എത്ര മണിക്കൂർ പോലും കടന്നു പോകുന്ന അറിയാതെ നോക്കിയിരിക്കാറുണ്ട് ആളുകൾ. വാട്സപ്പ് നോക്കുമ്പോൾ, യൂട്യൂബ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോട്ടോസ് നോക്കുമ്പോൾ, ടിക്ടോക്ക് കാണുമ്പോൾ എത്ര സമയമാണ് കടന്നു പോയതെന്ന് അറിയില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അത്രയും സമയം അവർക്കതിലിങ്ങനെ ഇരിക്കാൻ പറ്റും ചോദിച്ചാൽ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇന്ദ്രിയമായിരിക്കുന്ന സുഖങ്ങളിൽ, അതായത് നമുക്ക് ശരീരത്തിൻ്റെ കണ്ണുകൊണ്ടോ കാഴ്ച കൊണ്ടോ കേൾവി കൊണ്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയമായിരിക്കുന്ന സുഖങ്ങൾ എന്തനുഭവിക്കുമ്പോഴും കുറേ സമയം നമ്മളതിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള കെമിക്കലിൻ്റെ പേരാണ് ഈ ഡോപ്പാമിൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ വീണ്ടും അതിനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് രാവിലെ ഉണരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആളുകൾ രാവിലെ ഉണരാൻ വേണ്ടിയിട്ട് അലാം അടുത്ത് വെക്കും. എന്നിട്ട് ഉണരാൻ സമയത്ത് ആ അലാം അടിക്കാൻ തുടങ്ങുമ്പോൾ കൈകൊണ്ടൊന്ന് അലാം തട്ടി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എണിക്കാം എന്ന് പറഞ്ഞിട്ട് കിടക്കും. ചിലപ്പോൾ ആ 5 മിനിറ്റ് ചിലപ്പോൾ മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കണ്ണ് തുറക്കുന്നുണ്ടാവുക. എല്ലാ കാര്യം ലേറ്റായി, ഹറിബറിയായി. പലപ്പോഴും പല കാര്യങ്ങളും നാളെ എന്ന് മാറ്റി വെച്ചിട്ട് ലൈഫിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാതെ പോകുന്ന ആൾക്കാരെ വരെ കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ചില ആളോട് സഹതാപം തോന്നാറുള്ള ചില ഫാക്ടർ ഉണ്ട്. പറയും, ഞാൻ ഓർമ്മിക്കുകയാണ്, ഒരു കമ്പനിയിലത്തെ ഒരു മാനേജർ, നാളെ പറയാൻ പാടില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറയണേ, ഇതെൻ്റെ പേഴ്സണൽ അനുഭവമാണ്. നല്ല ബ്രഹ്മകുമാരീസുമായിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഭായി എപ്പോഴും എന്നോട് പറയും, സിസ്റ്റർ ഞാൻ ഇതൊന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിന് വരും, എനിക്ക് മെഡിറ്റേഷൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഞാൻ അങ്ങനെ വരും, ഞാൻ ഇങ്ങനെ വരും എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ പോകുന്ന സമയത്ത് ഒരു പ്രിൻറ്റിങ് ആവശ്യം വേണ്ടി അവരെ കാണാൻ വേണ്ടി പോയപ്പോൾ എന്നോട് പറഞ്ഞു, റഷ്യയിൽ ഞാനൊരു ഇതിന് വേണ്ടി പോവുകയാണ്, ഞാൻ എൻ്റെ വൈഫും കൂടിയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ യാത്ര കഴിഞ്ഞ് വന്നാൽ നേരിട്ട് ഞാൻ സെൻറ്ററിൽ വന്നിരിക്കും. കാരണം മെഡിറ്റേഷൻ എൻ്റെ ലൈഫിൽ അനിവാര്യമായൊരു ഘടകമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ മൈൻഡ് പവർ കൂട്ടണം, സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യണം, അതിൻ്റെ ഏജാണ്. എനിക്ക് അത്രയും മോട്ടിവേറ്റഡ് സംസാരിച്ചു. ഞാനും പറഞ്ഞു, ബായി കുറേ പ്രാവശ്യമായി, 2 വർഷത്തോളമായി എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പറയുന്നു, എന്തായാലും നമുക്ക് പഠനം എന്നത് എപ്പോഴും ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ബായി എന്നൊക്കെ ഞാൻ പറഞ്ഞ് സംസാരിക്കുമല്ലോ, ഓർമ്മല്ലേ നമ്മളെ. അത് കഴിഞ്ഞ ശേഷം അവർ റഷ്യയിൽ നിന്ന് വരുന്ന വഴിക്ക് ബോംബെ വരെ അവർ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ട്. ബോംബെയിൽ ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ് മറ്റേ ഫ്ലൈറ്റ് കയറുന്ന ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ തന്നതായിട്ടുള്ള റൂം ഫെസിലിറ്റി അങ്ങനെ അറേഞ്ച് ചെയ്ത് അവർ കിടന്നു. ഒരു 3-4 മണിക്കൂറോ മറ്റോ ഗ്യാപ്പ് ഉണ്ട് പോലും അവർ ട്രെയിനിന്, അവർ വെയിറ്റിങ്.
ആ കിടന്നപ്പോൾ ഭാര്യയും ഭർത്താവും കൂടിയാണ് കിടന്നിട്ട് ആ കിടന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വൈഫ് എനിക്ക് ഒന്ന് ബാത്റൂം പോകുമ്പോൾ നീ എവിടേക്ക് എഴുന്നേറ്റ് പോകുന്നത് എന്ന് ചോദിച്ചു ഭർത്താവ്. അല്ല ഞാൻ എന്താ ഒന്ന് ബാത്റൂം പോയിട്ടിപ്പോൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ഭാര്യ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആൾ പോയി. അപ്പോൾ നമ്മൾ എന്നിട്ട് അവർ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ അവരുടെ വൈഫ് എന്ന് പറഞ്ഞ് കരയുക. എത്ര തവണ അദ്ദേഹം ആഗ്രഹിച്ചു BKS വരണം, മെഡിറ്റേഷൻ പഠിക്കണമെന്ന്. അന്നൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്ന് പഠിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സൈലൻ്റ് അറ്റാക്ക് അദ്ദേഹത്തിന് വരില്ലായിരുന്നു. മനസ്സ് കുറച്ചുകൂടെ കാമായേനെ, അതായേനെ ഇതായേനെ എന്നിട്ട് കുറേ കരയുക. മാറ്റാൻ പറ്റുമോ ആർക്കെങ്കിലും? അപ്പം അതുകൊണ്ട് പലപ്പോഴും ഞാൻ പല സാഹചര്യങ്ങളിലുള്ള പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആ കാര്യം അവർ ചെയ്യാൻ വേണ്ടി എന്നാൽ എനിക്കത് ചെയ്യണം എന്ന് നിശ്ചയ ബുദ്ധിയോടുകൂടെ തീരുമാനിക്കുകയായിരുന്നുവെങ്കിൽ പലപ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അവരത് ചെയ്യാതെ മാറി അവസാനം അമ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്കൊരു പ്രശ്നം വന്നു, അയ്യോ എൻ്റെ അമ്മയ്ക്ക് ഞാനത് കൊടുത്തിട്ടില്ല, പിന്നെ ICUന്ന് പുറത്ത് കൊണ്ടിട്ട് വേണം എനിക്ക് എന്തായാലും കൊടുക്കണമെന്ന് ചോദിച്ചാൽ ICU പുറത്തേക്ക് വന്നേ ഇല്ല, അമ്മ യാത്ര പറഞ്ഞു പോയി. അങ്ങനെ എത്ര ഇവൻറ്റ്സ് നമ്മുടെ ലൈഫിൽ കാണാമെന്നറിയോ. പിന്നെ അതിൻ്റെ പശ്ചാത്താപം, അതിൻ്റെ ഖേദം, അവരുടെ ജീവിതം മുഴുവൻ അത് കൂടെ നടക്കുന്നവരെ നികത്താൻ പറ്റില്ല അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെന്നും അല്ലെങ്കിൽ ഏത് നിമിഷം വരെ ശ്വാസം നമ്മുടെ കൂടെ ഉണ്ടെന്നും നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ലോങ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ. മറ്റൊന്ന്, ഇത്തരം മാറ്റിവെക്കൽ സ്വഭാവം കൊണ്ട് നമ്മുടെ ലൈഫിൽ നേടേണ്ട പല നേട്ടങ്ങളും മനുഷ്യന്മാർ നേടാതെയും പോകാറുണ്ട്. ഒരു എക്സസൈസ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അത് നാളെ തൊട്ട് ഞാൻ ശരിക്കും ചെയ്യും, ഇന്ന് ഭയങ്കര ക്ഷീണമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ക്ഷീണം കാണുന്നതുകൊണ്ട് പിറ്റേ ദിവസം നോക്കിയാൽ പിറ്റേ ദിവസം രാവിലെ നിന്ന് ഇന്നും അത്രയ്ക്കും വയ്യാഞ്ഞിട്ടാ, ഞാൻ നാളെ ചെയ്യാം. ഈ എക്സ്ക്യൂസ് നമ്മൾ എന്നും ആ കാര്യം ചെയ്തതിൽ മാറ്റി നിർത്തിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന സ്വഭാവമുള്ളവർ ഇന്നും കൂടെ കഴിഞ്ഞിട്ട് നാളെ എണീക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്തൊരു 5 മിനിറ്റ് കിടന്നിട്ട് എണീക്കാം. ഇങ്ങനെ മാറ്റി വെക്കുക എന്നുള്ള സ്വഭാവം ചെയ്യുന്നേക്കാളും മുന്നുള്ള അവസ്ഥ അവർ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കംഫർട്ടായിരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ ഹോർമോണാണ് അവരെ വീണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അത് പലതവണ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും നമ്മുടെ ഉള്ളിലൊരു സംസ്കാരമായിട്ടും ഉറയ്ക്കും, ഒരു ഹാബിറ്റാവും. അപ്പോൾ ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാലോ പിന്നെ അതിനെ അതിജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് പിന്നെ ചെയ്യാം എന്ന് മാറ്റി വയ്ക്കുകയും ആ പിന്നെ ചെയ്യാമെന്ന് മാറ്റി വയ്ക്കുന്നതോടെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓവർലോഡഡ് ആവുകയും പിന്നെ അവർക്ക് മറവി എന്നത് അവരുടെ സ്വഭാവമായിട്ട് മാറുകയും അങ്ങനെ എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്നറിയോ. അത് ഫിസിക്കലി ആയിട്ടും മെൻ്റലി ആയിട്ടും നമ്മുടെ സംബന്ധങ്ങളിടയിലായിട്ടും ജോലിയിൽ കറക്റ്റായിട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ വർഷങ്ങളോളായിട്ട് പ്രമോഷൻ വേണ്ട എത്രയോ പൊസിഷനിൽ എത്തേണ്ട ആളാണ്. പക്ഷേ ഈ ഒരു സ്വഭാവം കാരണം കൊണ്ട് അവസാന സമയത്ത് അവർ ലാസ്റ്റ് മൊമെൻറ്റിൽ എല്ലാം കൂടി അങ്ങ് കണക്ക് സബ്മിറ്റ് ചെയ്യാൻ പോകും. അവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അവരുടെ പ്രൊമോഷൻ അവിടെ ക്യാൻസൽ ചെയ്യപ്പെടും. പല കുട്ടികളും പഠിക്കാനുള്ളതായിട്ടുള്ള പാഠങ്ങളെ അത് നാളെ പഠിക്കാം എന്ന് വെച്ചാൽ അവസാനം പരീക്ഷയാകുമ്പോഴത്തേക്കും തലവേദനയാവും, പനിയാവും, സുഖമില്ലാണ്ടാവും, എക്സ്ക്യൂസ് കണ്ടെത്തുകയാണ് ബോഡി. കാരണം ഞാൻ പഠിക്കാൻ പറ്റാതെ അതിനൊരു കാരണം ഉണ്ടാവണ്ട, അവന് വയ്യായിരുന്നു അതുകൊണ്ടാണ് പരീക്ഷയിൽ തോറ്റെന്ന് പറയേണ്ടത് എല്ലാവരും. ഇങ്ങനെയുള്ള എന്തൊക്കെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നറിയോ ഈ ഒരു ചെറിയ വീക്ക്നെസ് കൊണ്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു നല്ലൊരു ടെക്നിക്കാണ് ശരിക്കും 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മുടെ മനസ്സിലൊരു തോട്ട് ക്രിയേറ്റ് ചെയ്താൽ ആ കാര്യം വേണോ വേണ്ടേ എന്ന് നമ്മുടെ ബുദ്ധി തീരുമാനിക്കും മുന്നേ 5 സെക്കൻഡിൻ്റെ ടൈം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എഴുന്നേൽക്കാൻ ഒരു മടി തോന്നുന്നുണ്ടെങ്കിൽ അത് എണീക്കാൻ വേണ്ടി സ്വയം നമുക്കൊരു റോൾ അപ്ലൈ ചെയ്യാം. ഞാൻ 5 to 0 വരെ എണ്ണും താഴത്തേക്ക്, ആ 0 ആവും മുന്നേ ഞാൻ എണീറ്റിരിക്കണം എന്നൊരു തോന്നൽ. അങ്ങനെ വേറെ ആരുമില്ല നമ്മൾ പ്ലാൻ ചെയ്യണ്ടേ. എണീക്കാൻ മടി തോന്നുകയാണ്, ആ കിടക്കണം ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഒരു 5 വരെ എണ്ണ സമയം, 5 നമ്മൾ പറയാൻ എന്താണ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കാന്നാണല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, 5 എണ്ണും വരെ. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് തന്നെത്താൻ നമുക്ക് തോന്നി ഇതൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെയല്ലേ പറയേണ്ടത്, നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത് എന്ന്. പക്ഷേ അത് നമ്മളോട് തന്നെ പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റ് ആ 5 നിന്ന് 0 ആവും വരേക്കും നമ്മൾ ചാടി എണീറ്റിട്ടുണ്ടാവും. അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ അതും നമുക്കൊരു ആ ഒരു സമയത്ത് സാരമില്ല ഇപ്പോൾ വേണ്ട നാളെ എന്ന് നമ്മുടെ ബുദ്ധിക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ടൈം കൊടുക്കാതെ ആ 5 സെക്കൻഡുള്ളിൽ എണീക്കുക. അപ്പം എണീക്കാൻ മടിയുള്ളവരാണെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ എന്നും കുറേ ആളുകൾ അങ്ങനെയാണല്ലോ, അലാം എന്തായാലും ഓഫ് ചെയ്ത് കിടക്കുന്ന ഒരുപാട് പേരെ അറിയാം. 6 മണിക്ക് വെക്കും 6:45 എണീക്കുന്നുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട പണി, ഒന്നാമത്തെ കാര്യം ഈ അലാം ബേസ് നമ്മുടെ കയ്യിൽ
എത്തുന്ന രീതിയിൽ വെക്കരുത്, കുറച്ച് ദൂരം മാറ്റി വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എണീറ്റിട്ട് വേണ്ടി വരുമല്ലോ അലാം ഓഫ് ചെയ്യാനായിട്ട്. അധികം ആൾക്കാരും ചെയ്യുക കൈയെത്തുന്ന ദൂരത്താണ് അലാം വെച്ചിട്ട് കിടക്കുക. അപ്പം നമ്മൾ എണീക്കുകയും ചെയ്യും, അതൊരു കൈ കൊണ്ട് അങ്ങോട്ട് ആക്കുകയും ചെയ്യും, അതോടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ചില ആളുകൾ അലാറം കേട്ട് സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങുന്നവരുണ്ട്, അത് ഓഫാക്കാതെ അത് കേട്ടുറങ്ങുന്നവരും ഉണ്ട്. ഉണ്ടാവുമായിരിക്കും, എനിക്കങ്ങനെ കണ്ടിട്ടില്ല. അലാം അടിച്ചാൽ ഒന്നുമില്ല ഓഫ് ചെയ്തിട്ട് ഉറങ്ങും, അല്ലെങ്കിൽ എണീക്കും. 2 ക്യാരക്ടറാണ് ഞാൻ കണ്ടത്. അപ്പം എന്തായാലും അങ്ങനെ ആ ഓഫ് ചെയ്തിട്ട് ഉറങ്ങുക എന്നുള്ളത് അറിയാതെ നമ്മുടെ വീക്ക്നെസ് ആയി പോകുന്നത് കൊണ്ട് നിർബന്ധിതമാക്കിക്കൊണ്ട് നമ്മളെ എണീറ്റിട്ട് വേണമല്ലോ അലാം ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് എണീറ്റ് ഓഫ് ചെയ്യുന്നതായിട്ടുള്ളൊരു ടെക്നിക്ക് കൊണ്ടുവന്നാൽ ആ ഒരു 5 സെക്കൻഡിൽ നമുക്ക് എണീറ്റ് കഴിയുമ്പോൾ തന്നെത്താൻ ഒരു ഉണർച്ച കിട്ടും. അങ്ങനെ എണീറ്റിരിക്കുന്ന സമയത്ത് ആ 5 സെക്കൻഡ് എണ്ണി വെക്കുക. 5 സെക്കൻഡ് ഞാൻ ബാത്റൂം പോകാൻ വേണ്ടിയിട്ട് 5 സെക്കൻഡ് 5 4 3 2 0 1 എന്ന് എണ്ണിക്കഴിഞ്ഞാൽ അറിയാണ്ട് എണിട്ട് നമ്മൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ആ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ എന്ത് കാര്യം ചെയ്യാൻ മടി തോന്നുന്നോ പറയാം, 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് നോക്കാം. ആ 5 സെക്കൻഡിനുള്ളിൽ എണ്ണിക്കഴിഞ്ഞാൽ 5 സെക്കൻഡ് തുടങ്ങുക. ആദ്യം നമുക്ക് പർപ്പസ്ഫുള്ളി 5 സെക്കൻഡ് ചെയ്യാമെന്നൊരു ശീലം കൊണ്ടുവരണം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിചാരിച്ച ആവശ്യം ചെയ്യാം. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ വിചാരിക്കുന്നതിനും ആ കാര്യം ബുദ്ധി വേണ്ട എന്ന്, ബുദ്ധിയാണല്ലോ ഡിസിഷൻ മേക്കർ. അപ്പം അതുകൊണ്ട് ബുദ്ധി അത് വേണ്ട എന്ന് പറയുന്നതിനും നമ്മുടെ വിചാരത്തിനും തമ്മിലുള്ളതായിട്ടുള്ള ഈ 5 സെക്കൻഡിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള എഴുന്നേറ്റിട്ട് നമ്മൾ പറയുക എപ്പോഴും പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ആദ്യം ഈശ്വരനോട് ഗുഡ് മോർണിംഗ് പറയണം. ഭൂമിയിൽ തൊടും മുന്നേ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിരിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യണം, തോട്ട്സ് വേണം. ഇതെല്ലാമാണ് ഇത് പ്രോപ്പറായിരിക്കുന്ന ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. പക്ഷേ എണീറ്റിട്ട് വേണമല്ലോ പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എഴുന്നേൽക്കാനേ മടിയുള്ള ആളാണെങ്കിൽ ആ സമയത്ത് ഗുഡ് മോർണിംഗ് പറയാനും കട്ടിലിരിക്കാനും നോക്കരുത്, ചാടി എണീക്കുക. ഞാൻ ഓർമ്മിക്കും, ഒരു ഭായി ഡിപ്രഷനുള്ളൊരു ഭായി ഉണ്ടായിരുന്നു. ആ ഭായി ഇതുപോലെ എന്നും എന്നോട് പറയായിരുന്നു, ഞാൻ ചെയ്യണം എന്ന് തോന്നും, പക്ഷെ എനിക്ക് എണിക്കാനേ പറ്റില്ല, എനിക്ക് കിടക്കണം തന്നെ തോന്നിപ്പോവും. അങ്ങനെ കിടക്കും, അങ്ങനെ മരുന്ന് കഴിക്കും. അങ്ങനെ ഞാൻ ആ ഭായിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എണീറ്റ് ഉടനെ പാട്ട് വയ്ക്കാനും നിങ്ങളുടെ അലാം തന്നെ ഒരു പാട്ടാക്കാൻ പറഞ്ഞു, നല്ല അടിപൊളി പാട്ട്. ആ പാട്ട് കേട്ട ഉടനെ അലാം ബെഡിൽ നിന്ന് ചാടി എണീക്കുക, ഡാൻസ് കളിക്കുക. ചെയ്ത കാര്യമാണ് അദ്ദേഹം. അപ്പോൾ ഡാൻസ് കളിച്ചിട്ട് പിറ്റേ ദിവസം ഡാൻസ് കളിച്ചപ്പോൾ ഓക്കെ, ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്രഷ് ചെയ്യാൻ പോയി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വീണ്ടും കിടക്കണം തോന്നിയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കാര്യം ചെയ്യേ, അലാം കഴിഞ്ഞാൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുളിക്കുക, എന്നിട്ട് പുറത്തേക്ക് ഓടുക. വീട്ടിനുള്ളിൽ നിൽക്കേണ്ട ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാക്കി പുറത്തേക്ക് പോകാൻ, ആരെങ്കിലും കാണുക, വിളിക്കുക, ഒന്നില്ലെങ്കിൽ പുറത്ത് പ്രകൃതിക്കൊപ്പം കളിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്ത് ഉള്ളിലേ നിൽക്കണ്ടെന്ന്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ ഒരു പണി ചെയ്തപ്പോൾ എപ്പോഴൊക്കെ മടി വരുമോ അപ്പോൾ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. മടി വന്നു കഴിഞ്ഞാൽ പാട്ടിട്ട് ഡാൻസ് കളിക്കുക. ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്, പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോകും, എന്തെങ്കിലും കാര്യം ചെയ്യുക. അങ്ങനെ ഡിപ്രഷൻ മെഡിസിൻ തന്നെ ഒഴിവാക്കി എന്നുള്ളതാണ്. ശരി, എത്ര വണ്ടർഫുൾ ആയിട്ടുള്ള ഫാക്ടറാണെന്ന് അറിയാം. ഡിപ്രഷൻ്റെ മെഡിസിൻ ഒഴിവാക്കി ആക്റ്റീവായി പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം ആക്റ്റീവായി. ഇപ്പോൾ 5-8 ആളുകളെ തൻ്റെ കൂടെ പണിയിപ്പിച്ചുകൊണ്ട് തൻ്റെ ഫീൽഡ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എഴുന്നേൽക്കാൻ പോലും മടിയായിരുന്നു ഒരാൾ. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ടെക്നിക്കാണ് ഈ 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ആ 5 സെക്കൻഡിൽ നിങ്ങൾ തുടങ്ങി വെച്ച കാര്യമുണ്ടല്ലോ, നിങ്ങൾ തുടങ്ങിയിരിക്കും. ആ ആദ്യത്തെ 5 മിനിറ്റ് സമയം. പിന്നെ വേറൊരു ടെക്നിക്ക്, അത് ആ 5 സെക്കൻഡിൽ എഴുന്നേറ്റ് കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിന്ന് വാക്കിങ്ങിന് പോകാനായിട്ടുള്ള മൂഡ് വരുന്നില്ല, പറയാം സാരമില്ല, വാക്കിങ് ആ ഷൂ ഒന്ന് കെട്ടിയിട്ട് ഒരു 5 മിനിറ്റ് നിന്നിട്ട് തിരിച്ചു വന്നേക്കാം. ആ ഷൂ ഒന്ന് കെട്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങി തിരിച്ചു വരാം. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഷൂ കെട്ടി പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ആ നടത്തൊരു 10 മിനിറ്റ് ആവാണ്ട് വരാം. നമുക്ക് ആയി പോവും 10 മിനിറ്റ്. അങ്ങനെ 5 മിനിറ്റിലേക്ക് ചെയ്യാം. നമുക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് മടിയുള്ള കുട്ടികളാണെങ്കിൽ 10 മിനിറ്റ് പഠിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ വീണ്ടും വേണമെങ്കിൽ പഠിക്കാം. ആ 10 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ അരമണിക്കൂർ പഠിക്കുക. അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമായിരിക്കും, പഠിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ നേരം പഠിച്ചിട്ട് പാട്ട് കേൾക്കുക 5 മിനിറ്റ്, പിന്നെ ഒന്ന് പഠിച്ചാമെന്ന് പറയാം. ഇത് അവനവനെ പറ്റിക്കാനും പാടില്ല. കാരണം നമ്മൾ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നൊന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അരമണിക്കൂർ കഴിഞ്ഞാൽ പഠിപ്പ് നിർത്താം എന്ന് കേൾക്കുമ്പോൾ മടിയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 5 സെക്കൻഡിൽ എഴുന്നേറ്റു, പിന്നെ അരമണിക്കൂർ നേരം പഠിച്ചിട്ട് ബാക്കി ഫ്രീ ആവാമെന്ന് വിചാരം കൊണ്ട് അരമണിക്കൂർ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. ആ സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡും ഡിസ്റ്റർബ് ചെയ്യില്ല, സബ് കോൺഷ്യസ് മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യില്ല. രണ്ടിനും പ്ലാൻ കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ ഫ്രീ ആണ്. ആ അരമണിക്കൂർ കഴിഞ്ഞാൽ പാട്ട് കേൾക്കണം. പക്ഷേ പാട്ട് കേൾക്കുന്ന സമയത്ത് കൺട്രോൾഡ് ആയിരിക്കണം. ഒരു പാട്ടേ കേൾക്കൂ,
എന്ന് പറയണം. ആ ഒരു പാട്ട് കേട്ടു, അല്ലെങ്കിൽ 5 മിനിറ്റ് സമയം 2 പേരുടെ ഒരാളുടെ ഫോണിൽ സംസാരിച്ചു. അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന കാര്യം എന്താണെങ്കിലും ഒരു 5 മിനിറ്റ് സമയം വേറെ എന്തെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അത് കാണാം. 5 മിനിറ്റോ 10 മിനിറ്റിൻ്റെ ബ്രേക്ക് കൊടുക്കുക. ആ ബ്രേക്ക് കൊടുത്ത ശേഷം വീണ്ടും വന്നിട്ട് ആ കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവുക. അങ്ങനെ നമ്മുടെ പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ള സ്വഭാവത്തിനെ മാറ്റാം. ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും പല ജോലികൾക്കും അവരുടെ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആവുക. അപ്പോഴാണ് ഒരു 10 കോള് 15 കോള് കഴിഞ്ഞു തന്നെത്താൻ ബോറടിക്കും, ഇന്ന് വേണ്ട. അത് വിളിക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്ത ആളെ വിളിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ മടി വരും. ഇന്ന് വേണ്ട, എനിക്ക് നാളെ വിളിക്കാൻ തോന്നിപ്പോൾ. അങ്ങനെ വരുമ്പോൾ വേണ്ട, വിശദമായിട്ടൊന്നും പറയണ്ട, ഒന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ഒരു ഹലോ ഹായ് പറഞ്ഞ് വെക്കാന്ന് വെച്ച് വിളിക്കുക. അങ്ങനെ ആ 5 സെക്കൻഡിൻ്റെ ബ്രേക്ക് നിങ്ങൾ കൊണ്ടുവന്നാലുണ്ടല്ലോ ആ ആളുടെ നമ്മൾ കാര്യം സംസാരിച്ചിരിക്കും, നമ്മുടെ ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കും. പക്ഷേ ഇതിലൊരു മെയിൻ ഒരു കാര്യം അറിയേണ്ടത്, നമ്മൾ ഇപ്പം 5 സെക്കൻഡ് കാര്യം സിസ്റ്റർ പറഞ്ഞു. ഈ 5 സെക്കൻഡ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കല്ലേ സാധിക്കുള്ളൂ. ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ഉറങ്ങുന്ന ഒരാൾ, എക്സാമ്പിൾ ഉറങ്ങാൻ അലാറം ഓഫാക്കി അയാൾ ഉറങ്ങാൻ തയ്യാറാവുന്നത് തീർച്ചയായും ഉറക്കത്തിൻ്റെ സുഖം അനുഭവിക്കുന്നുണ്ടാണ്. അപ്പോൾ അയാൾ ഈ 5 സെക്കൻഡിൻ്റെ റൂൾ പറയുകയാണെങ്കിലും അയാൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെരുപ്പ് കെട്ടിപ്പോകുന്ന ഒരാളാണെങ്കിലും അയാൾ അപ്പോഴും ചിന്തിക്കുക എന്തായിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് അവിടെ വീണ്ടും കിടന്നാൽ ആ സുഖം, വീണ്ടും കിടക്കുന്നതിന് സുഖം അയാളുടെ മൈൻഡിലുണ്ടാവുക. അപ്പം അത് ഇല്ലാതാക്കുന്ന ഒരു വ്യക്തിക്ക് ആ സുഖമല്ല എനിക്ക് ഇതാണ് വേണ്ടത്, പക്ഷെ എന്നാൽ പോലും എഴുന്നേൽക്കാൻ മടിയുള്ള ആളുകൾ, അങ്ങനത്തെ വ്യക്തികൾക്കായിരിക്കുമല്ലോ അത് അപ്ലിക്കബിൾ ആയിരിക്കുന്നത്. അതല്ലാതെ എനിക്ക് ഇത് ഈ സുഖം വേണമെന്ന് മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണും തോന്നുന്നുണ്ടോ? നമ്മുടെ ഈ സംസാരം കേൾക്കും തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ കേട്ടാൽ അത്തരം മടിയന്മാര് ഈവൻ എനിക്ക് ഉറങ്ങിയാൽ മതി, എനിക്കിരുന്നാൽ മതി എന്ന് വിചാരിക്കുന്നവർ ഈ വീഡിയോ കാണില്ല. ഡോണ്ട് വറി. അപ്പൊ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് നമ്മളുടെ 5 സെക്കൻഡ്സ് ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ലേ സംസാരിക്കേണ്ടതുള്ളൂ, അല്ലാതെ നമുക്ക് സംസാരിക്കേണ്ട കാര്യം തന്നെ. അപ്പൊ അതുകൊണ്ട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് മാറാൻ എന്ത് പോകുമ്പോഴേ അതല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ മാറില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് മരണം വന്നാൽ പോലും അവരോട് കിടക്കും. ഞാൻ ഒരു തമാശ, ഒരു കഥ ഓർത്തുപോയി സെക്കൻഡിൽ. ഒരു രാജാവ് തൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ മടിയന് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. നോക്കുമ്പോൾ രാവിലെ മടിയന്മാരുടെ ക്യൂ ആണ്. അപ്പം ആ മടിയന്മാരുടെ കൂട്ടിൽ ഒരു ചെറിയ മോൻ വന്നിരിക്കുന്നു. അപ്പോൾ രാജാവ് ആ കുട്ടിയെ വിളിച്ചു വെച്ചു, ആദ്യം ഒരു കുട്ടിയായി നിനക്ക് ഇത്ര മടിയുണ്ടോന്ന്. അല്ലല്ല, സമ്മാനം വാങ്ങിക്കാൻ വരേണ്ട അച്ഛന് മടിയായതുകൊണ്ട് എന്നെ പറഞ്ഞയച്ചതാണ്. അങ്ങനെയുള്ളവർക്ക് എന്താ കേൾക്കേണ്ട കാര്യമില്ല. അതെ അതെ അതെ. എന്തായാലും സിസ്റ്റർ പറഞ്ഞത് ഈ മടിയല്ല, പോസ്റ്റ്പോണ്ടിങ് ക്യാരക്ടർ മടിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതെല്ലോ. അപ്പോൾ ഈ പോസ്റ്റ്പോണ്ടിങ് ക്യാരക്ടറും നമുക്ക് അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്നുള്ള സ്വഭാവം മാറ്റാൻ വേണ്ടിയുള്ള ഒരു മനോഹരമായ ടിപ്സ് ആയിരുന്നു, അല്ലെങ്കിൽ 5 സെക്കൻഡ്സിൻ്റെ ഒരു റൂളാണ്. തീർച്ചയായും വളരെ മനോഹരമായിരുന്ന ഒരു ടിപ്സാണത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപകാരമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ മാറ്റിവെക്കുക എന്നുള്ള സ്വഭാവത്തിൻ്റെ ഡെപ്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് നഷ്ടങ്ങളും നമുക്കുണ്ടാവും എന്ന് നമ്മൾ ആദ്യം കണ്ടിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് ഇത് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഗിഫ്റ്റാണ് 5 സെക്കൻഡ് ഫോർമുല, 5 സെക്കൻഡ് റൂൾ. താങ്ക് യു സിസ്റ്റർ. വളരെയധികം മനോഹരമായ ഈ അറിവിന് ഒരുപാട് നന്ദി. ഓം ശാന്തി. ഓം ശാന്തി. മാറ്റിവെക്കൽ എന്ന സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ അതിലൂടെ നമുക്ക് ഉണ്ടായ നഷ്ടങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനും ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയതിനേക്കാൾ ഒരുപാട് ഇരട്ടി നമുക്ക് നേടാൻ ഈ ഒരൊറ്റ സ്വഭാവം മാറ്റിയാൽ ചിലപ്പോൾ സാധിച്ചേക്കാം. അതിനുള്ള ഒരു ടിപ്പായിരുന്നു നമ്മളിന്ന് പറഞ്ഞു തന്ന 5 സെക്കൻഡ് റൂൾ. അതുകൊണ്ട് ഈ റൂൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രായോഗികമാക്കാൻ സാധിക്കട്ടെ എന്ന തികഞ്ഞ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.